അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നൂറെ ഹബീന് മുത്തുമണി റാഹത്തല്ലേ? അല്ലാഹ് റാഹത്ത് സന്തോഷം അല്ലാഹു നൽകട്ടെ. വളരെ സന്തോഷത്തിലാണ്, ചെറിയ സന്തോഷമല്ല. കാരണം എന്താ അറിയോ, നമ്മളെ വിമർശിക്കും തോറും നമ്മൾ എന്ത് ചെയ്യണം? ഉയർന്നു വരികയാണ്. ഡബർ പന്ത് പോലെയാണ്, അടിക്കും തോറും ഇങ്ങനെ പൊന്തുക. ഞാന് ഇന്ന് നോമ്പ് 21. ഇന്ന് നോമ്പ് തുറന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളിപ്പോ എങ്ങക്കെതിരെ ഒരു പെണ്ണ് പരാതിയുമായിട്ട് ഒരു മറുനാടൻ ചാനലൊരു ലൈവുമായിട്ടൊരു പെണ്ണൊരു മറുനാടൻ ചാനലായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന ചികിത്സക്കെതിരെ ഭയങ്കര രൂക്ഷമായ വിമർശനമാണ്. ഞാനത് നോക്കി, സുബ്ഹാനല്ലാഹ്, അത് നോക്കിയപ്പോ സത്യത്തിൽ എനിക്ക് എന്താന്നത് ചിരിയാ വന്നത്. സത്യത്തിൽ കാരണം എന്താ അറിയോ, ഇവിടെ വരുന്ന എല്ലാവർക്കും എന്താ ഇവിടുത്തെ ചികിത്സ രീതികൾ അറിയാം. ഇവിടെ വാതിലടച്ചുള്ള ചികിത്സകളൊന്നുമില്ല. ഇവിടെ ആയിരക്കണക്കിന് ആളാ വരിക. ഒന്ന് കാണാനും മാത്രമേ പറ്റുള്ളൂ. ദുആ ചെയ്യാന്ന് പറയും, മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ. അപ്പൊ ഞാനിപ്പോ ഈ താത്താന്റെ വീഡിയോ കണ്ടപ്പോ താത്തക്ക് ഒരു നോട്ടീസ് കയ്യിലുണ്ട്, യുനാനി ചികിത്സ എന്നുള്ളത്. അതിനൊക്കെ ഞാൻ മുമ്പ് മറുനാടിൽ ഞാൻ കൊടുത്തതാണ്. ആ നോട്ടീസുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, കാരണം ഞാൻ യുനാനി പഠിച്ചിട്ടില്ല. അതില് ഈ താത്തക്ക് എവിടെ നോട്ടീസിട്ടി? താത്ത പറയട്ടെ, താത്ത തെളിയിക്കട്ടെ. ഈ താത്ത യുനാനി ചികിത്സന്റെ ഇത് കണ്ടിട്ടത്ര ഇവിടെ ആള് വരികയാണെങ്കിൽ ഇവിടെ നോട്ടീസിന്റെ പബ്ലിസിറ്റി ഒന്നും വേണ്ട, നോട്ടീസ് അടിച്ചിട്ട് ചികിത്സിക്കേണ്ട പബ്ലിസിറ്റി ഒന്നും വേണ്ട. ഒന്ന്, പിന്നെ താത്ത പറഞ്ഞു ഞാൻ താത്താക്ക് പേഴ്സണൽ നമ്പർ കൊടുത്തു. ഞാന് നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഏത് നമ്പറാ താത്താക്ക് കൊടുത്തത്, ഏത് നമ്പറിലെ താത്താണ് ഞാൻ വിളിച്ചത്, ആരൊക്കെ ഞാൻ താത്തയായിട്ട് ചാറ്റ് ചെയ്തത്, എപ്പോഴാ ചെയ്തത്, താത്ത തെളിവായിട്ട് ഇറക്ക്. തെളിവ് വേണതിന്. ഞാൻ തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. മനസ്സിലായില്ലേ? തെളിവ് നിർബന്ധ. ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തതിന്റെ പേഴ്സണൽ നമ്പർ ഏതാ? നിങ്ങൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, തെളിവിന്റെ അടുത്തുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ കൂടെ ജോലി ചെയ്യുന്ന ശിഹാബ് തങ്ങളെ അവിടുന്ന് ആട്ടി ഓടിക്കണം, അവിടുത്തെ പോലത്തെ ആളുകളെ നിങ്ങൾക്ക് പറ്റൂല, അവനെ പോലത്തെ. ഞാൻ പറഞ്ഞ എന്താ പ്രശ്നം ചോദിച്ചു. താത്ത ഒരുപാട് സമയം സംസാരിച്ചു. എന്റെ ഫോൺ ചെക്ക് ചെയ്താല്, ഈ താത്ത വിളിച്ച ഈ ഫോൺ നമ്പർ ചെക്ക് ചെയ്താൽ എല്ലാം മനസ്സിലാവും അല്ലെ? ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്തിരുന്നില്ലേ? മനുഷ്യന് ഒരു മിനിറ്റ് സെക്കൻഡ് റെസ്റ്റ് കിട്ടിയ അൽഹംദുലില്ലാഹ് പറയുന്നു. ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിരിക്കുന്നില്ലേ? തെളിവിറക്കണം, ഇറക്കിയേ പറ്റൂ. തിങ്കളാഴ്ചന് മുന്നേ ഇറക്കണം, അല്ലെങ്കിൽ കോടതി പോകേണ്ടി വരും. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ നുണയാണ്. നിങ്ങൾ എത്ര ക്യാഷാ യൂട്യൂബർമാരൊക്കെ വാങ്ങി? നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്റെ ജോലിക്കാർ ഉപയോഗിക്കുന്ന ഫോണില് ഞാൻ അപ്പോഴും കൂടെ പറഞ്ഞു, താത്ത എനിക്ക് സ്വന്തമായിട്ട് നമ്പറില്ല, എനിക്ക് നമ്പറൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എപ്പോഴാണ് കൂടെ ചാറ്റ് ചെയ്ത്. പിന്നെ നിങ്ങള് എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രയാസത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, എന്റെ വീട്ടിൽ വെക്കാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ എന്തെങ്കിലും അയച്ചു തരാം അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എന്റെ പണിക്കാരൻ, നിങ്ങളെല്ലാ റെക്കോർഡുകളും എന്റെ അടുത്തുണ്ട്. നിങ്ങള് എന്റെ ജോലിക്കാരുടെ ഫോണിലേക്ക് വിളിച്ച എല്ലാ റെക്കോർഡ് ഇതും നമ്മുടെ അടുത്തുണ്ട് അല്ലേ? നിങ്ങൾ എന്നോട് എന്താ ആവശ്യപ്പെട്ടത്? എന്റെ കൂടെ ജോലിക്കാർ ഒഴിവാക്കണം, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങള് ഇവിടെ നടക്കുന്നതൊക്കെ എന്തോ നിങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ തെളിയിക്കണം, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ നാട്ടുകളിൽ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു പറഞ്ഞു. നാട്ടുകളിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ SP ഓഫീസ് കൊടുത്തു പറഞ്ഞു. നിങ്ങൾ തെളിവ് ഹാജരാക്കണം. എന്നെ വിളിച്ചു പോലീസുകാര്. പരാതി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പരാതി വന്നിട്ടുണ്ടെങ്കിൽ താത്തങ്ങ് പിന്നെ സാറേ തെളിവുണ്ട്, എനിക്കതിൽ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടണം. സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമേ കാണിച്ചു കൊടുക്കേണ്ട ആളാ. എന്ത് ചെയ്യണം? ഞാൻ ശിക്ഷിക്കണെന്നെ. സാർ തെളിവ് ഹാജരാക്കട്ടെ, കോടതി പോട്ടെ. പക്ഷേ ഞാൻ നിങ്ങൾക്കെതിരെ കോടതി പോവാണ്. തിങ്കളാഴ്ചന്റെ ഉള്ളില് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ ചാറ്റുകളൊക്കെ, ഞാൻ നിങ്ങൾ ഏത് നമ്പറിലെ ചാറ്റ് ചെയ്തത്, എന്താ ഞങ്ങളോട് മോശമായി പറഞ്ഞത്, എല്ലാം പുറത്തിറങ്ങണം. നിങ്ങൾ കൊടക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാട് ഒക്കെ 10 CCTV
അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ? പിന്നെ എന്താണ് നിങ്ങൾ വേറൊരാൾ മന്ത്രിക്കുമ്പോ നിങ്ങൾ കടങ്ങണിട്ട് നോക്കിയിട്ട് വേറെ പെണ്ണിന്റെ ഇതില് പിന്നെ ഇതാക്കണ്ടല്ലേ, തോണ്ടല്ലേ? നിങ്ങൾ പറഞ്ഞൂലേ? ക്യാമറന്റെ ഇവിടെ തെളിയിക്കേണ്ടി വരും. ഇവിടെ ഒരാൾ വന്നാൽ കാണിച്ചു തരാം. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓരോ പേരും അഡ്രസ്സും ഇവിടെ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് ഇതാ. ഇവിടെ ആര് വന്നാലും എന്റെ അടുത്ത് വരുന്ന ആളുകളെ ഫോൺ നമ്പറുകളും ഇതാ, ഇഷ്ടംപോലെ പുസ്തകങ്ങളാണ്. എനിക്കറിയാം എന്നെ കൂട്ടാൻ പലരും നടക്കുന്നത്. ഇവിടെ ആര് വന്നാലും എല്ലാവരുടെ ഫോൺ നമ്പറും പേരും ഇവിടെ ആദ്യം രജിസ്റ്റർ ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞു 6666 റുപ്യല്ലേ തന്നോ? ഇന്നെ കാണാൻ 1000 റുപ്യാണ് ഫീസ്. ഇവിടെ വരുന്ന ആളേക്ക് എന്റെ കായ് ശരിക്കും വാങ്ങില്ല. തെളിയിക്കണം, നിങ്ങള് തെളിയിക്കണം. തെളിയിച്ചിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ കോടതി പോകും. ഞാൻ മാത്രമല്ല, വേറെ ആളുകളുണ്ടാവും. മനസ്സിലായില്ലേ? ഒരാളെ കുറിച്ച് ആരോപണങ്ങള് പിന്നെ ഉന്നയിക്കുമ്പോ നിങ്ങൾ അത് സത്യം അല്ലാതെ നിങ്ങളിത് ഇതാക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെ പറയണേ, നിങ്ങൾ എനിക്ക് കേസ് കൊടുക്കടോ, എനിക്കെതിരെ കേസ് കൊടുക്കും, തെളിവുകൾ ഹാജരാക്ക്. ഇല്ലാത്തത് യൂട്യൂബർമാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്ത് ചെയ്യരുത്, പിന്നെ പൈസ വാങ്ങിയ ഒരാളെ മോശമാക്കി പറയരുത്. എനിക്ക് അവസാനം പറയാനുള്ളത്, എന്നെ സ്നേഹിക്കുന്ന എന്റെ കൂടെ പറപ്പിനോട് പറയാം. ഞങ്ങൾ ഇവിടെ വരുന്ന ആളുകളെ എല്ലാവർക്കും അറിയാം. ഇപ്പോ യൂട്യൂബർമാരെ വട്ടിട്ട് ആക്രമിക്കാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആളുകൾ കൂടുകയാണ്, കുറയല്ല. അപ്പൊ അവസാനം താത്തമാരെ വെച്ച് യൂട്യൂബർമാരെ കളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മറുനാടൻ ചാനലിനെതിരെയും അതുപോലെ തന്നെ താത്താക്കെതിരെയും ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മള് വക്കീലിനെ കണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നിയമ നടപടി സ്വീകരിക്കും. ഒരു ചാനൽ പുറത്തു വിടുമ്പോൾ തെളിവുകൾ വേണം, കണ്ടേ? ഇനി ഈ സംഭവം വേറെ ചാനലിൽ ഇട്ടാൽ ആ ചാനലിനെതിരെ നമ്മൾ എന്ത് ചെയ്യും? നിയമ നടപടി സ്വീകരിക്കും. ഞാൻ മാത്രമല്ല, എന്റെ മക്കളും പെണ്ണുങ്ങളും ഒക്കെ ഇറങ്ങാണ്. കാരണം അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ജീവിക്കണ്ടേ. അപ്പോ എന്റെ മോന്റെ പേര് ഇതിലുണ്ട്. ഈ പറഞ്ഞ എല്ലാത്തിനുള്ള തെളിവ് താത്ത എന്ത് ചെയ്യണം? നാളെ തന്നെ ഹാജരാക്കണം. ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ്, തിങ്കളാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഇതിനിറങ്ങും. ഞാൻ ഇങ്ങനത്തെ ഞാൻ കുറെ യൂട്യൂബർ വട്ടിട്ട് ആക്രമിച്ചിട്ടേ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്താ അറിയാം, ഇത് കുറച്ച് കടന്ന് കൈയായി പോയി. ഈ മെസ്സേജ് അയക്കുക എല്ലാവർക്കും അറിയാം. എന്നെ അറിയുന്ന ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലം അത്. ഒന്ന് കണ്ട അസ്സലാമു അലൈക്കും എല്ലാവരുടെ 2 വർത്താനം പറയുമ്പോഴത്തെ എന്താ ഇത് സമയം കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തന്നിട്ടില്ലേ? എന്നിട്ട് നിങ്ങളോട് ചാറ്റ് ചെയ്തിട്ടില്ലേ? ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എവിടെ വെച്ചിട്ടറിയോ? ഈ യൂട്യൂബ് ചാനലില്ല. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ താത്താണ് കാണുന്നത് ഈ ചാനൽ വെച്ചിട്ടാ. മനസ്സിലായില്ലേ? പിന്നെ യൂട്യൂബർമാരെ വെച്ചിട്ട് കൂട്ടണല്ലേ നിങ്ങൾക്ക്? എല്ലാ യൂട്യൂബർമാരും പറയാ നിങ്ങൾ 18ാമത്തെ തടവ പെണ്ണുങ്ങളെ വെച്ച് കളിക്കുന്നത്. തകർക്കാൻ കഴിയില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാന് പിന്നെ നിങ്ങളൊന്നും കുറ്റപ്പെടുത്തില്ല. കാരണം വേറൊരു താത്ത ഇറങ്ങിയിട്ടുണ്ട് ശ്വാസം മുട്ടായിട്ട് വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് പാണ്ടിക്കാട് അതൊക്കെ നോണയാണ്. പാണ്ടിക്കാട് കുടിമരം ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓൾക്ക് മാറിപ്പോകും. ഓൾക്ക് അപ്പൊ എന്നെ കുറിച്ച് ആരോപണങ്ങളൊക്കെ പറയുമ്പോഴേ ശരിക്കും പറയണം. ഇൻഷാ അല്ലാഹ് താത്ത ഇതിന് മറുപടി പെട്ടെന്ന് ഇറക്കണം കേട്ടോ. എല്ലാ ചാറ്റും റെക്കോർഡുകളൊക്കെ ഇറക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശിഹാബ് തങ്ങളെ എന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് എന്റെ പണിക്കാരുടെ ഫോണിക്ക് അത് ഏത് നമ്പർ അറിയാം, അവർ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പൊ ഞാൻ തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും ഇതിന് മറുപടി. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഹൈക്കോടതി പോവും. വിഷയാവും, തെളിവുകൾ പുറത്തിറക്കണം. എന്നിട്ട് എങ്ങനെങ്കിലും എന്നെ കൂട്ടാൻ നോക്കി, അങ്ങനെയെങ്കിലും നടത്തും നോക്കി. ഓക്കെ, അസ്സലാമു അലൈക്കും.